ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് നമുക്ക് മാങ്ങയിട്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി മീൻകറിയുടെ വീഡിയോ കാണാട്ടോ. ഈ മീൻകറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാൻ സ്റ്റൗവിലൊരു മൺചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും 1 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉലുവയൊക്കെ നല്ലതുപോലെ ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഉലുവയൊക്കെ നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടായിട്ടൊരു വലിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ഒന്ന് നീളത്തിൽ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു 15ഓളം ചുവന്നുള്ളി അതും പീസുകളായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടായിട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാളയുണ്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ 1/2 കിലോ മീനിൻ്റെ കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ചെറിയ സവാളയായിരുന്നു കേട്ടോ, അത് ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നീളത്തിലാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ കറിയിൽ മുളക് പൊടിയല്ല കേട്ടോ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്, പച്ചമുളകാണ്. നമ്മൾ മാങ്ങയിട്ടൊക്കെ കറി വയ്ക്കുമ്പോൾ അതൊരു മഞ്ഞ കളറിലല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് പച്ചമുളകാണ് ഇതിലോട്ട് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരുപാട് അങ്ങോട്ട് വഴന്ന് വാടി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഇതൊന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ളൊരു തക്കാളി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ തക്കാളി ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ മസാലയിൽ കിടന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് കുക്കായി കിട്ടിയെങ്കിൽ മാത്രം മതി. ഇനി തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ട് നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 2 കപ്പ് അളവിലാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ മസാല എല്ലാം നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ പീസ് ഒരല്പം വലിയ കഷ്ണങ്ങളായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. നമ്മൾ ഈ മാങ്ങ ഒരുപാട് അങ്ങോട്ട് വേവിച്ചെടുക്കരുത്, ജസ്റ്റ് ഇതൊന്ന് കടിക്കുന്ന രീതിയിലാവണമെങ്കിലാണ് കേട്ടോ നമ്മുടെ മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുക. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ആ ഗ്രേവിയൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെമ്പല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഏത് മീനാണെങ്കിലും നമുക്ക് ഈ രീതിയിൽ കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മീൻ കറിയൊക്കെ നല്ലതുപോലെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് ഒരുപാടിട്ട് അങ്ങോട്ട് ഇളക്കാതെ ഒന്ന് ജസ്റ്റ് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മീൻ കറിയുടെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമായിട്ടുണ്ടോ ആ രീതിയിൽ വേണോട്ട് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഒരു 1/2 മുറി തേങ്ങയൊന്ന് പാൽ പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ്.
ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാങ്ങ ഇട്ടിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി നമുക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. തവി ഇട്ടിട്ട് കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഇതൊന്ന് ചുറ്റിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഏത് മീൻകറി ആണെങ്കിലും കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മളൊരു മീൻകറി ഡബറയിൽ എടുക്കൂലേ, അപ്പോൾ ഒന്നോ രണ്ടോ കാന്താരി മുളകൊന്ന് നമ്മൾ ആ മീൻകറിയുടെ ഉള്ളിലോട്ടായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഗ്രേവി വെച്ചിട്ടൊന്ന് ചോറ് കഴിച്ച് നോക്കി, നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ ചോറ് കഴിക്കാനായിട്ട്. അപ്പം നിങ്ങൾ ആ രീതിയിലൊക്കെ മീൻകറി കൂട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്കത് ഇഷ്ടമാവും. ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.